ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ലോങ് ആൻഡ് ഷോർട്ട് പഠിക്കാം അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് 4 ലൈൻ ഞാനിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് മീതത്തെ ലൈനിൽ നിന്ന് നീറ്റിലെടുക്കുക, പാസ് ചെയ്തെടുക്കുക. എന്നിട്ട് മൂന്നാമത്തെ ലൈനിലേക്ക് ഇറക്കി കൊടുക്കുക. കണ്ടോ, ആദ്യത്തെ ലൈനിൽ നിന്നും മൂന്നാമത്തെ ലൈനിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ മീതത്തെ ലൈനിൽ നിന്നും രണ്ടാമത്തെ ലൈനിലേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ഒരു ലോങ്ങും രണ്ടാമത് നമ്മളൊരു സ്റ്റിച്ച് ചെയ്യുന്നത് ഷോർട്ടുമാണ് കേട്ടോ. കണ്ടില്ലേ. ഇനി വീണ്ടും ഒരു ലോങ് ചെയ്യുക, അതായത് മൂന്നാമത്തെ ലൈനിലേക്ക് കുത്തിയെടുക്കുക. വീണ്ടും മീതത്തെ ലൈനിൽ നിന്നും രണ്ടാമത്തെ ലൈനിലേക്ക് കുത്തിയെടുക്കുക. അപ്പോൾ രണ്ടാമത്തെ ലൈനിലേക്ക് കുത്തുമ്പോൾ നമുക്കൊരു ഷോർട്ട് സ്റ്റിച്ച് കിട്ടും, മൂന്നാമത്തെ ലൈനിലേക്ക് നമ്മൾ കുത്തുമ്പോൾ ലോങ് സ്റ്റിച്ച് കിട്ടും. ഇങ്ങനെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അതാണ് ലോങ് ആൻഡ് ഷോർട്ട് എന്ന് പറയുന്നത്. ഒരു ലോങ് സ്റ്റിച്ച് എടുക്കുക ഫസ്റ്റ്, പിന്നെ ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ 4 ലൈൻ ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട് അല്ലേ. പക്ഷേ 3 ലൈൻ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി ഈ ഒരു ലൈൻ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ 4ാമത്തെ ലൈന് ഫില്ല് ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ. ലോങ് ഷോർട്ട് ആ ഒരു ലെവലിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു കളർ ത്രെഡ് ഇട്ടിട്ട് ബാക്കി 4ാമത്തെ ലൈനിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. കണ്ടോ, അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു ലോങ് ഷോർട്ടിൻ്റെ ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, മൂന്നാമത്തെ ലൈനിലെ ആ പോയിന്റിൽ നിന്നും 4ാമത്തെ ലൈനിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പം അവിടെ ഒരു ഷോർട്ട് സ്റ്റിച്ചാണ് കിട്ടുന്നത്. ഇനി നമ്മൾ ഷോർട്ട് സ്റ്റിച്ച് ചെയ്തില്ലേ, ആ പോയിന്റിൽ നിന്നും 4ാമത്തെ ലൈനിലേക്ക്, അതായത് ലാസ്റ്റത്തെ ലൈനിലേക്ക് കുത്തുമ്പം അവിടെ ഒരു ലോങ് സ്റ്റിച്ച് കിട്ടും. കണ്ടോ, അപ്പോൾ ഷോർട്ട് ലോങ് ഈ ഒരു ലെവലിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഞാനിത് 6 സ്ട്രാൻഡ്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ബ്ലൂ കളറിൽ ഫസ്റ്റ് ഞാൻ ചെയ്യുമ്പം 3 സ്ട്രാൻഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് 6 സ്ട്രാൻഡ്സിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ വീണ്ടും റെഡ് കളറ് ത്രെഡ് ഞാൻ 6 സ്ട്രാൻഡ്സിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ശരിക്കും അത് 3 സ്ട്രാൻഡ്സിൽ ചെയ്യുമ്പോഴായിരിക്കും വൃത്തി വരിക കേട്ടോ. ഞാനിത് പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട്, അതായത് ഞാൻ നൈറ്റിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അതായത് കാണാൻ കുറച്ചൊരു ബുദ്ധിമുട്ട്, നമുക്ക് നൈറ്റിലാവുമ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 6 സ്ട്രാൻഡ്സ് ഇട്ടിട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നൈറ്റിൽ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ആ ഒരു വ്യത്യാസം എൻ്റെ സ്റ്റിച്ചിലും കാണുന്നുണ്ട്, ചെറിയൊരു വേരിയേഷൻ ഉണ്ട് സ്റ്റിച്ച് ചെയ്തതിൽ. അപ്പോൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ, നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്ലവറൊക്കെ ചെയ്യുമ്പോഴും സീനിയർ ചെയ്യുമ്പോഴും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ പഠിക്കുമ്പം അത് കറക്റ്റ് ലെവലിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫ്ലവേഴ്സ് ചെയ്യാം, അതുപോലെ തന്നെ സീനിയറി ചെയ്യാം, അതിനൊക്കെ ഈ ഒരു സ്റ്റിച്ച് ഫില്ലിംഗ് സ്റ്റിച്ചാണ്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഈ ഒരു ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ, അതായത് സ്റ്റിച്ചുകളൊക്കെ ഒന്ന് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കറക്റ്റ് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്, ജെന്യുവിനായിട്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് എന്താ പറയുക, സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്കിതൊരു ഉപകാരം ആയിക്കോട്ടെ എന്നുള്ള ലെവലിലാണ് ഞാൻ ഈ ഒരു വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സ്റ്റിച്ചുകളും ഇതിൻ്റെ മുന്നേ കാണാത്ത സ്റ്റിച്ചുകളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കണ്ടിട്ട് ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ.